എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ അനുമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ആ സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക, അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പം ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ അങ്ങനെ ചെയ്യണത് എന്തിനാ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അനുമോളുടെ ഒരു വിഷയമാണ് അനിമോള് ജിസേൽ ആര്യൻ. ഈ വിഷയം ഇപ്പോൾ എപ്പിസോഡിൽ ലൈവിൽ നേരത്തെ നടന്നു. എപ്പിസോഡിൽ ഇപ്പോൾ അത് പ്രത്യേകിച്ച് ബിഗ് ബോസ് എടുത്ത് കുറച്ച് സമയം കാണിക്കുന്നുണ്ട്. ആരൊക്കെ തമ്മിൽ സംസാരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ബിന്നിയും റേനയും. ഇതേത് ഗ്യാങ്ങിലുള്ളതാണെന്ന് ഓർക്കണം. അപ്പുറത്തെ ഗ്യാങ് ആര്യൻ്റെ ഗ്യാങ്ങിലുള്ളതാണ്. പുതപ്പിനുള്ളിൽ എന്തൊക്കെയോ നടന്നു. കിസ് ചെയ്യുന്നത് തന്നെ കണ്ടു. അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ് നമ്മുടെ അനുമോള് സത്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്ന് ഇവർ പുരോഗമനവാദികളെല്ലാവരും കൂടെ അനുമോളെ ഇനി പറയാനൊന്നുമില്ലെന്ന് നമ്മൾ കണ്ടതാണ്. റേനയാണെ പറഞ്ഞ നിനക്ക് ആര്യനോട് ക്രഷ് തോന്നി നീ നടക്കുകയാണ് എന്നുള്ള രീതിയിൽ റേന പറഞ്ഞു. ബിന്നി ആണെങ്കിൽ ആര്യന് ട്രെയിനിങ് വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ലാലേട്ടൻ വരുമ്പം അനുമോക്കട്ടുള്ള ഡോസ് എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിക്ക് ആര്യന് ട്രെയിനിങ് വരെ കൊടുത്ത ബിന്നി കുറച്ച് മുന്നേ എപ്പിസോഡിലും ലൈവിലും ഒക്കെ നമ്മൾ കണ്ട കാര്യം റേനയും ബിന്നിയും കൂടെ കിടന്നിട്ട് ഈ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവർ തമ്മിലുള്ള അനുമോൾ അത് പറഞ്ഞതിന് ശേഷം ആദ്യം റെനയോട് ചോദിക്കും ആര്യനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. ബിന്നിയാണ് തുടക്കമിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് അപ്പം തന്നെ റെനയ്ക്ക് കത്തി. അന്നേരം ബിന്നി പറയും അനുമോൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ വാച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ പ്രശ്നമുള്ളതായിട്ട് ഈ പുരോഗമനവാദിയായ ബിന്നിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവൻ ജിസേലിനോട് ആര്യൻ്റെ സമീപനം പല രീതിയിൽ ഇവർക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. കൈ അവിടെ വെക്കുന്നു, കൈ ഇവിടെ വെക്കുന്നു. ഇതെല്ലാം ഇവർ തമ്മിൽ എന്താണേലും കൂടുതൽ അടുപ്പമുണ്ടെന്നുള്ള അറിയാം. അന്ന് അനുമോൾ പറഞ്ഞതിൻ്റെ ആ രാത്രി പോലും അവരൊരു ബെഡിലാണ് കിടന്നത്. രണ്ടാമത് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ എപ്പിസോഡിൽ കണ്ടാണ് കേക്ക് മുറിക്കാൻ നിൽക്കുന്നത്. ആ സീനൊന്ന് ഓർത്ത് വെച്ചാൽ അറിയാം. കേക്ക് മുറിക്കാൻ ജിസേൽ നിൽക്കുന്നു. ജിസേലിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക്. ജിസേൽ കേക്ക് മുറിക്കാൻ എല്ലാവരും ചുറ്റിനും നിൽക്കുന്നുണ്ട്. നിൽക്കുമ്പോഴത്തേക്കിന് ഓൾറെഡി ആര്യനറിയാം ആ കേക്ക് മുറിച്ച് ആദ്യം അത് ആര്യൻ്റെ വായിലാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആര്യൻ ഈ കൂട്ടത്തിൽ നിൽക്കുന്നിടത്തുനിന്ന് ഒന്ന് തള്ളി മുന്നോട്ട് കയറി നിൽക്കുന്ന ഒരു സീൻ വന്നു. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം. അപ്പോഴത്തേക്കിന് അത് അപ്പാനിക്ക് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ആര്യം മുന്നോട്ട് കയറിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പാനി ആര്യനെ പിടിച്ച് പുറകോട്ട് വലിച്ച് അവർക്കൊപ്പം നിർത്തി റൗണ്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം കേട്ടോ. പക്ഷേ ജിസേൽ കേക്ക് മുറിച്ചിട്ട് കേക്ക് എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ജിസേൽ, ഇപ്പുറത്തെ സൈഡിലാണ് ആര്യൻ. ജിസേൽ കേക്ക് എടുത്ത് ആര്യൻ്റെ വായിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ പുറകോട്ട് വലിച്ചവരൊക്കെ ശശി ആയേ. പിന്നീട് ഇന്ന് ഓണസദ്യ ഉണ്ണുമ്പം ഒരു ഉരുളയെടുത്ത് ജിസേലിൻ്റെ വായിൽ ആര്യൻ കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ ശ്രദ്ധിച്ചാൽ അങ്ങനെ പലതും കാണാം. പക്ഷെ അതെല്ലാം നമുക്ക് വേണേ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലേക്ക് വിടാം കേട്ടോ. അതൊന്നും മറ്റൊരു ബന്ധമായിട്ടോ ലവ് ആയിട്ടോ ഒന്നും കണക്കാക്കണ്ട. ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ അതിനെ വിടാം. പക്ഷെ ഇത് ഇവർ പുതപ്പിനുള്ളിൽ കിസ് ചെയ്തു എന്നുള്ള അനുമോളൊന്ന് പറഞ്ഞതിന് വേണ്ടി അനുമോളെ 80കളിലെ വസന്തവും അമ്മായിയും കുലശ്രീ എല്ലാം ആക്കിയായിരുന്നു. ആ കുലശ്രീ ആക്കിയവർ തന്നെ ബിന്നിയും റെനയാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. അവരിന്നിരുന്ന് ചർച്ച ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവർക്ക് മണം കിട്ടി അതിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ബിന്നി പറയുന്നുണ്ട് ഇതുപോലൊരു മണ്ടനെ കണ്ടിട്ടില്ലെന്ന്. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും. ഇവൻ എന്ത് ഗെയിമർ, ഇവൻ മണ്ടനാണ്. അപ്പോൾ റേന പറയുന്നു കാര്യം ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, എന്നാലും അവൻ മണ്ടനാണ്, നല്ലൊരു ഗെയിമർ അല്ല എന്നുള്ള രീതിയിൽ റേനയും പറയുന്നുണ്ട്. പക്ഷേ ഇത് ബിഗ് ബോസ് എപ്പിസോഡിൽ ഇപ്പം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും സൗണ്ട് കുറച്ചാണ് അവർ സംസാരിക്കുന്നത്. വളരെ സൗണ്ട് കുറച്ചാണ് അവരിങ്ങനെ രഹസ്യം പറയുന്നത്. അവിടെ അല്ലെങ്കിലും ഇപ്പം ഈ പ്രാവശ്യത്തെ സീസൺ ശ്രദ്ധിച്ചറിയാം. അവർ മൈക്ക് പൊത്തിപ്പിടിച്ചിട്ട് എന്തോ ഒക്കെ ജാസ്മിനും ഗബ്രിയും പോലും ഇത്രയും പതുക്കെ പറഞ്ഞിട്ടില്ല. അതേപോലെ അപ്പാനിക്കൊക്കെ സംസാരിക്കാൻ അറിയാം. നമുക്ക് എത്ര ലൈവിൽ ശ്രദ്ധിച്ചിരുന്നാലും കേൾക്കാൻ മേലാത്ത പോലെ അവർ സംസാരിക്കും, പിടികിട്ടില്ല. അതേപോലെ ഇപ്പം ഇവർ രണ്ടുപേരുടെ പറയുന്ന സും ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇവർ തമ്മിലുള്ള ചർച്ച. അത് ജനം അറിയണമെന്ന് ബിഗ് ബോസിനുണ്ട്. കാരണം ഇവരാണല്ലോ ഏറ്റവും കൂടുതൽ അനുമോളെ പൊങ്കാലയിട്ടത്. ബിന്നി കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്ന് പറയുന്ന കാര്യം എനിക്ക് ബിന്നിയെ ഭയങ്കര ഇഷ്ടമുള്ള. എനിക്ക് ബിന്നി ആ പേര് പറയാൻ തന്നെ വിഷമമാണ്. പക്ഷേ ബിന്നി അവിടെ അങ്ങനെയാണ് നിൽക്കുന്നത്, അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്. ഉള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം റെനയുടെ വായിന്നൊരു വാചകം വീണതോടെ ശ്രദ്ധിക്കണം. ഈ 30 ദിവസമായില്ലേ, അപ്പോൾ ഒരു അഫക്ഷനൊക്കെ തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികം എന്ന്. എങ്ങനെയുണ്ട് ഫ്രണ്ടിനെ ആരിനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട്, സ്വാഭാവികം എന്ന് അതല്ലേ അനുമോള് പറഞ്ഞത്. അപ്പം പിന്നെ ഇവരെന്തിനാ അനുമോളെ ഇത്രയും മെക്കിട്ട് കയറിയത്? അനുമോക്ക് ആര്യനോട് ഇഷ്ടം കൊണ്ട് കുശുമ്പ് തോന്നി എടുക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അനുമോളുടെയും പക്ഷം ഞാൻ പിടിക്കുന്നില്ല. അനുമോൾക്ക് ആര്യനെ
ആര്യനോട് അനിയനെ പോലുള്ള ഇഷ്ടമുള്ളെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരിക്കൽ ഞാൻ കേട്ടോണ്ടിരുന്ന ലൈവില് ഈ എന്തോ ഒരു തൊപ്പി പോലെ ആര്യം തലയിടുമ്പോഴത്തേനും അത് കണ്ട് ഇത്ര ചിരിക്കാനൊന്നുമില്ല. ഓവറായിട്ട് അനുമോള് നിലത്ത് വീണ് കിടന്നങ്ങ് ചിരിക്കുക. അത് കണ്ടിട്ട് കുറെ സമയം കഴിയുമ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, ആ സീൻ ഞാൻ കണ്ട, നിനക്ക് അവനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടോന്ന്. അപ്പൊ അനുമോള് ചോദിക്കും, എന്തേ അങ്ങനെ തോന്നിയോന്ന്. അങ്ങനെ തോന്നി, നിന്റെ ചിരിയൊക്കെ കൂടലാന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് അനുമോള് പറഞ്ഞു. അപ്പൊ ആ ആദില അനുമോളെ സപ്പോർട്ട് ചെയ്യുമായിട്ട് പോലും അനുമോളുടെ പെരുമാറ്റം കണ്ടിട്ട് ആദിലയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇനി ക്രഷാന്ന് തോന്നിയേ നമുക്കൊന്നും പറയാൻ പറ്റിയല്ല. കോംബോ പിടിക്കാൻ വേണ്ടി വല്ലതും ശ്രമിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. എന്താണേലും അനുമോളുടെ ഭാഗം ലാലേട്ടൻ വരുമ്പോഴത്തേനും ചോദ്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അത് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. സത്യം എന്നാണേലും നിരങ്ങി വരുമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ലാലേട്ടൻ വരുമ്പോഴത്തേനും അനുമോളെ പൊരിച്ച് വെക്കാൻ വേണ്ടിയുള്ള എല്ലാം ആര്യനെ ഉപദേശിച്ചു കൊടുത്ത ബിന്നിയാണ് ഇപ്പൊ ഇരുന്ന് റെനയോട് ഇവന്റെ ഈ കുറ്റം പറയുന്നത്, ആര്യന്റെ കുറ്റം പറയുന്നത്. ആര്യനെ സംബന്ധിച്ച് പിന്നെ യാതൊരുവിധ ബോധവും ഇല്ലെന്ന് അവരിപ്പോ പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ ആരെന്ത് പറഞ്ഞാലും കാണിച്ചാലും ചോദിച്ചാലും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് ജിസയിലും ആര്യനും മുന്നോട്ടും പോകുന്നത്. ഇവരൊക്കെ എന്ത് വിചാരിച്ചാലും അവർക്ക് ഒരു വിഷയമില്ല. ഏതായാലും ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിലാണ് കഴിഞ്ഞ ആഴ്ച അനുമോള് ക്രൂശിക്കപ്പെടുന്ന കണ്ടു. ഈ ആഴ്ച സത്യം നിറങ്ങി വരുമെന്ന് പറയും. ഗെയിം ഷോയൊക്കെയാണ്, ഓക്കെ, സമ്മതിച്ച്. എന്നാലും ആ പറഞ്ഞവരുടെ ആ നാക്കുകൊണ്ട് തന്നെ തിരുത്തി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കിന് എന്തോ പോലെ തോന്നി. അതാണ് ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.